ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് റൊസാരിയോ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു അപ്പാർട്ട്മെന്റില് ഒരു കമ്മ്യൂണിയൽ ഫംഗ്ഷൻ നടക്കുന്നു. കുടുംബക്കാര് മൊത്തം ചേർന്ന് അത് ആഘോഷിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ആ ഫാമിലിയിലെ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. എല്ലാവരും പല പല തിരക്കുകളിലാണ്. അക്കൂട്ടത്തില് വെള്ള ഉടുപ്പിട്ടുള്ള ഒരു പെൺകുട്ടിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ചിത്രത്തിലെ കഥാനായിക റൊസാരിയോ. ഇന്ന് അവളുടെ ആദ്യ കുർബാനയാണ്. ആഘോഷങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ റൊസാരിയോയുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതിന് കാരണമുണ്ട്. റൊസാരിയോന്റെ പേരൻസ് സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ്ഡ് ആണ്. റോസ് താമസിക്കുന്നത് ഡാഡിയുടെ കൂടിയാണ്. അത് റോസിന്റെ തീരുമാനമായിരുന്നു. ഇപ്പോ റോസിന്റെ അമ്മയെ നോക്കുകയാണെങ്കിൽ എന്തോ അസുഖം ബാധിച്ച് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. അവളോട് അധികം അടുപ്പൊന്നും കാണിക്കുന്നില്ല. ആ വീടിനകത്ത് കൂടിയ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണെങ്കിലും റൊസാരിയോന്റെ ഡാഡി, മമ്മി, മുത്തശ്ശി ഇവര് 4 പേരും ഒട്ടും സന്തോഷത്തിലായിരുന്നില്ല. ഡാഡി സന്തോഷമുള്ളതുപോലെ ആക്ട് ചെയ്ത് പരമാവധി പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് റോസിനും അറിയാം. ഇപ്പോ ഡാഡി മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എന്റെ മോൾക്കറിയാലോ, അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാൻ പറ്റില്ല. എന്നാൽ ഡാഡി മോളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു ദിവസം നടത്തി തരും, പോരെ, സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡാഡി കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോ റോസ് ആണെങ്കില് മുത്തശ്ശി എവിടെ, ഫുഡ് കഴിക്കാറായി, പ്രാർത്ഥിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവള് മുത്തശ്ശിയെ തെരഞ്ഞ് മുറിയിലേക്ക് ചെന്നു. എന്നാൽ മുത്തശ്ശിയെ മുറിയിൽ കാണാനില്ല. മുറിയിലുള്ള കബോർഡിന്റെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. റോസ് ആ മണ്ണും പുഴുക്കളൊക്കെ കണ്ട് ആകെ കൺഫ്യൂസ് ആയിട്ട് ആ കബോർഡിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെയുള്ള വസ്ത്രത്തിലൊക്കെ ആകെ ബ്ലഡ് ആണ്. ഇത് കണ്ട് കുഞ്ഞാകെ പേടിച്ചു പോയി. ഇനി മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് കരുതി റോസ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് അതേസമയം തന്നെ റോസിന്റെ മുത്തശ്ശി ആ കബോർഡിനകത്ത് നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് നേരെ പേരക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഈ മുറിയിലുള്ളതൊന്നും നിന്റെയല്ല, അതൊന്നും തുടരുത്. ഈ സമയം കുഞ്ഞു നോക്കുമ്പോ മുത്തശ്ശിയുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുത്തശ്ശിയാണെങ്കില് ഞാൻ ഇപ്പൊ വരാം, നീ പൊയ്ക്കോന്ന് പറഞ്ഞ് റോസിനെ പിടിച്ച് മുറിക്ക് പുറത്താക്കി. ഇപ്പോ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആ ഫാമിലിയിലെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ മുത്തശ്ശിയാണെങ്കില് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒരു വല്ലാത്തൊരു രീതിയില് റോസിനെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. കുഞ്ഞിന് ആ നോട്ടം കണ്ടിട്ട് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. റോസ് അങ്ങനെ തന്റെ സ്വന്തം മുത്തശ്ശിയെ തന്നെ കണ്ട് പേടിച്ചരണ്ട് നിൽക്കുക. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, റൊസാരിയോ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോ നമ്മുടെ റൊസാരിയോ ഒരു ട്രേഡ് കമ്പനിയില് സ്റ്റോക്ക് ബ്രോക്കറായിട്ട് ജോലി ചെയ്യാണ്. ഉയർന്ന ജോലി, നല്ല ശമ്പളം, ലക്ഷറി ലൈഫ്. ഇപ്പോ റൊസാരിയോ ഒത്തിരി സന്തോഷത്തിലാണ് കഴിയുന്നത്. ഒരു കാര്യം, നമ്മുടെ നായികയ്ക്ക് അവളെ റൊസാരിയോ എന്ന് വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. റോസ് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. കാരണം റൊസാരിയോ എന്ന പേര് അവൾക്ക് ഇട്ടത് മുത്തശ്ശിയാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. ഈ സമയം രാവിലെ തന്നെ റോസിന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അത് മറ്റാരുമല്ല, റോസിന്റെ മുത്തശ്ശിയാണ്. അവളാണെങ്കിൽ ആ ഫോൺ കോൾ എടുക്കുന്നില്ല. അവൾക്കെന്തോ മുത്തശ്ശിയെ ഓർക്കുമ്പോ തന്നെ ഒരു പേടിയാണ്. റോസ് ആ ഫോൺ എടുത്തില്ലെങ്കിലും മുത്തശ്ശി നിർത്താതെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അന്നത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞ് നായിക തന്റെ ഓഫീസിലേക്ക് പോയി. റോസിനാണെങ്കിൽ നിന്ന് തിരിയാൻ നേരമില്ല. ഓഫീസിൽ അത്രയും ജോലിയുണ്ട്. ഇപ്പോ റോസിന്റെ ഡ്രൈവർ നായികയോട് ഒരു ഹെൽപ്പ് ചോദിക്കും. തന്റെ കയ്യിലും വൈഫിന്റെ കയ്യിലും കുറച്ച് സേവിംഗ് മണി ഉണ്ട്. അത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ അതവരുടെ കുടുംബത്തിന് തന്നെ ഒരു ഹെൽപ്പായിരിക്കും. എന്നാൽ റോസ് ആണെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. തന്റെ കമ്പനിക്ക് കുറെ പോളിസി ഉണ്ട്, പുറമേ നിന്നൊരു ക്ലയന്റിനെ എടുക്കുന്നില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിനൊരു പരിധിയുണ്ട്, അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് റോസ് ഒഴിഞ്ഞു മാറി. റോസ് നേരെ ഓഫീസിലെത്തി തന്റെ ഷെഡ്യൂളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇന്ന് ജോലി കഴിഞ്ഞ നേരെ ഡാഡിയോടൊപ്പം ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് പോകണം. അതിനെക്കുറിച്ച് ഒരു ലേഡി സ്റ്റാഫ് നായികയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സമയം ഒരു ന്യൂസ് ചാനലില് ന്യൂയോർക്ക് സിറ്റിയില് മഞ്ഞുവീഴ്ചയാണ്, കൊടുങ്കാറ്റാണെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കാണിക്കുന്നുണ്ട്. ചുഴലിക്കാറ്റിനും നല്ല മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്, എല്ലാവരും സേഫ് ആയിരിക്കണം, പുറത്തിറങ്ങരുത് എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. അന്ന് ജോലി കഴിഞ്ഞ് റോസ് നേരെ ഓഫീസിൽ നിന്നിറങ്ങി. ഇന്ന് ഡാഡിയെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ദിവസമാണ്. സിറ്റിയിലെ എമർജൻസി അലേർട്ട് ഉള്ളതുകൊണ്ട് തന്നെ റോസിനെ പിക്ക് ചെയ്യാൻ വരാറുള്ള കാറും വന്നിട്ടില്ല. മഞ്ഞ് വീണ് റോഡാകെ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പോവാന്ന് കരുതി റോസ് സബ്വേയിലൂടെ നടക്കാൻ തുടങ്ങി. ആ സമയത്തും റോസിന്റെ ഫോണിലേക്ക് മുത്തശ്ശി തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോസ് ഇതുവരെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല.
അവൾക്കതിനുള്ള ധൈര്യമില്ല. സോ അവസാനം അവൾ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാ ഫോണിൽ സംസാരിക്കുന്നത് മുത്തശ്ശിയല്ല, അതൊരു പ്രായമായ ഒരാളാണ്. ഹലോ, നിങ്ങൾ ആരെയും സംസാരിക്കുന്നേ? ഇതെന്റെ മുത്തശ്ശിയുടെ ഫോണല്ലേ? അതിന് അയാൾ പറയും, നിങ്ങൾ റൊസാരിയോ അല്ലേ? നിങ്ങളുടെ മുത്തശ്ശി മരണപ്പെട്ടു, ഡെഡ് ബോഡി കൊണ്ടുപോവാൻ ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ റിലേറ്റീവ്സ് ആരെങ്കിലും അപ്പാർട്ട്മെന്റിലേക്ക് വരണം. മുത്തശ്ശി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട് റോസ് ആകെ ഷോക്കായി. ഇപ്പോ ആ ഫോണിൽ സംസാരിക്കുന്നത് മുത്തശ്ശി താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിലെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്, മാർട്ടി എന്നൊരു അപ്പൂപ്പനാണ്. റോസ് പെട്ടെന്ന് തന്നെ തന്റെ ഡാഡിക്ക് വീഡിയോ കോൾ ചെയ്ത് മുത്തശ്ശി മരണപ്പെട്ട കാര്യം പറയും. ഇത് കേട്ട് ഡാഡി ആണെങ്കിൽ മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ഇപ്പോ അങ്ങോട്ട് പോവരുത്, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തോ നായിക അതിന് തയ്യാറാവില്ല. റോസ് ഇപ്പോ ന്യൂയോർക്കിലാണ്, മുത്തശ്ശി താമസിക്കുന്നതും ന്യൂയോർക്ക് സിറ്റിയിലാണ്. ഇപ്പോ എമർജൻസി അലർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഡാഡി ഇങ്ങോട്ട് എത്താൻ എന്തായാലും നാളെ രാവിലെ ആവും. മുത്തശ്ശിയെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് റോസ് ആ ഫോൺ കോള് കട്ട് ചെയ്യാണ്. ഇപ്പോ ഡാഡി ഇത്രയൊക്കെ പറഞ്ഞിട്ടും റോസ് തന്റെ മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാൻ ഒരു കാരണമുണ്ട്. റോസിന്റെ അമ്മ മരണപ്പെട്ടതറിഞ്ഞിട്ടും അവൾ ആ മരണാനന്തര ചടങ്ങിന് പങ്കെടുത്തിരുന്നില്ല. ആ പേരൻസ് വേർപിരിഞ്ഞു. റോസ് തന്റെ ഡാഡിയോടൊപ്പം പോയി. പിന്നീട് മമ്മി മരണപ്പെട്ടു. സോ ഈ ഒരു കാരണം കൊണ്ട് മുത്തശ്ശിക്ക് തന്നോട് ദേഷ്യമാണ്, താൻ അമ്മയെ ഒറ്റപ്പെടുത്തി എന്നൊക്കെയുള്ള ആ ഒരു കുറ്റബോധം റോസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ റോസ് വർഷങ്ങൾക്ക് ശേഷമാണ് തന്റെ മുത്തശ്ശിയെ കാണാനായിട്ട് പോകുന്നത്, അതും മരിച്ചതിന് ശേഷം. ഇപ്പോ ട്രെയിൻ ഇറങ്ങി അവള് സബ്വേയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ റോസ് തന്റെ മെയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പതേ അതില് ഫസ്റ്റ് മെയിൽ തന്നെ മുത്തശ്ശി അയച്ച ഒരു വോയിസ് മെയിലാണ്. ആ വോയിസ് മെസ്സേജ് അത്ര വ്യക്തമല്ല. മുത്തശ്ശി വല്ലാതെ ചുമക്കുന്നുണ്ട്, ശ്വാസം കിട്ടാതെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല മുത്തശ്ശി അവളോട് മാപ്പ് പറഞ്ഞ് കരയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെ എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോ ദേ ആ സബ്വേയിലെ റോസിന്റെ മമ്മിയുടെ പ്രേതം തനിക്ക് ആരുമില്ലാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുക. റോസിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യ. പെട്ടെന്ന് തന്നെ മമ്മിയുടെ പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. അങ്ങനെ ഒരു വിധത്തില് റോസ് തന്റെ മുത്തശ്ശി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെത്തി. അതൊത്തിരി പഴക്കം ചെന്നൊരു കെട്ടിടമാണ്, അധികം ആൾതാമസവുമില്ല. അവിടുത്തെ ലിഫ്റ്റ് തന്നെ വർക്ക് ചെയ്തിട്ട് വർഷങ്ങളായി. അവിടുത്തെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ റോസിനെ മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോ റോസ് ചോദിക്കും, മുത്തശ്ശിക്ക് എന്താ പറ്റിയത്, എങ്ങനാ മരിച്ചത്, എന്തെങ്കിലും അസുഖമാണോ? അതിന് അയാള് പറയും, മുത്തശ്ശിക്ക് ഒത്തിരി പ്രായമായില്ലേ, പ്രായമായവരെ മരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ റോസിനെ മുകളിലേക്ക് കൊണ്ടുപോയി. മാർട്ടി അവൾക്ക് ആ മുറി തുറന്നു കൊടുക്കുന്ന സമയത്ത് അപ്പാർട്ട്മെന്റിന് നേരെ ഓപ്പോസിറ്റ് ജോ എന്നൊരു വ്യക്തി താമസിക്കുന്നുണ്ട്. അയാൾ വല്ലാതെ ചുമക്കുന്ന ശബ്ദം കേട്ട് റോസ് അപ്പൂപ്പനോട് അതാരാന്ന് ചോദിക്കും. അതോ അവിടെ താമസിക്കുന്നത് ജോ ആണ്, അവന് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ ഡോർ തുറന്ന് അകത്ത് കയറി. ഞങ്ങള് 2 ദിവസങ്ങളായിട്ട് മുത്തശ്ശിയെ വെളിയിലേക്ക് കാണാതായപ്പോ ഡോറ് തുറന്നു നോക്കുമ്പോ മുത്തശ്ശി ദേ ഇവിടെ താഴെ മരിച്ചു കിടക്കുകയായിരുന്നു. പിന്നെ ഞാനും ജോയും ചേർന്നാണ് മുത്തശ്ശിയെ എടുത്ത് സോഫയിൽ കിടത്തിയത്. മാർട്ടി അപ്പൂപ്പൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആ അപ്പാർട്ട്മെന്റിനുള്ളില് 2 കാൻഡിൽസ് കത്തുന്നത് അയാള് ശ്രദ്ധിക്കുന്നത്. ഷെടാ, ഞാനിത് ഊതിക്കെടുത്തിയതല്ലേ. അത് കണ്ട ഉടനെ തന്നെ മാർട്ടിൻ അപ്പൂപ്പൻ ഓടിച്ചെന്ന് ആ കാൻഡിൽസ് അങ്ങ് ഊതിക്കെടുത്തി. ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ ഞാൻ താഴെ കാണും എന്ന് പറഞ്ഞ് ആ ഗാർഡ് താഴേക്ക് പോയി. ഇപ്പോ റോസ് ഒത്തിരി ഇമോഷണലായി മുത്തശ്ശിയെ കാണാനായിട്ട് പതിയെ ആ ബെഡ്ഷീറ്റ് മാറ്റി. എന്നാ മുത്തശ്ശിയെ കണ്ട് റോസാകെ ഷോക്കായി. ആ ഡെഡ് ബോഡി കണ്ട മുത്തശ്ശി ഇന്ന് മരണപ്പെട്ടതാണെന്ന് പറയില്ല. ഡെഡ് ബോഡി അഴുകി തുടങ്ങിയിരുന്നു. മുത്തശ്ശിയുടെ ഡെഡ് ബോഡി ഒരു പച്ച നിറത്തിലേക്ക് മാറിയിരുന്നു. ഇത് കണ്ട് റോസ് മുത്തശ്ശിയോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? റോസിന് ഒന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശിയുടെ കയ്യിലൊരു സിമ്പല് കാണാം. മാത്രമല്ല ദേഹം മൊത്തം മുറിവുകളാണ്. ശരീരത്തിലെ ഒരു സ്ഥലം പോലും ഇല്ല മുറിപ്പാടുകളില്ലാത്തത്. എല്ലായിടത്തും കത്തി വെച്ച് മുറിച്ച പാടുകളാണ്. ഇതൊക്കെ കണ്ട് റോസാകെ ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോ പെട്ടെന്ന് കിച്ചണിൽ എന്തൊക്കെയോ തട്ടിമറിഞ്ഞു വീഴും. അതെന്താണെന്നറിയാനായിട്ട് കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കിച്ചൺ നിറയെ ട്രാഷാണ്. പുഴുവരിക്കുന്ന പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും. സ്മെല്ല് കൊണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ അടച്ചു പിടിച്ച് അതൊക്കെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് താഴെ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇത് കണ്ടതോടെ റോസ് വിൻഡോ തുറന്ന് ആംബുലൻസിനെ കൈ കാണിച്ച് ഒച്ച വെക്കുന്നുണ്ട്. എന്നാ ആ ആംബുലൻസ് ആണെങ്കിലേ അവിടെ നിന്ന് പോയി. ചിലപ്പോ അവർക്ക് ലൊക്കേഷൻ മനസ്സിലായി കാണില്ല എന്ന് കരുതി റോസ് പെട്ടെന്ന് തന്നെ 911 കോൾ ചെയ്ത് തന്റെ മുത്തശ്ശി മരണപ്പെട്ടു, ആംബുലൻസ് വന്നിട്ടില്ല എന്നൊക്കെ പറയും. പുറത്ത് ശക്തിയായിട്ട് മഞ്ഞ് വീണോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് എമർജൻസി കേസ് ഉണ്ട്.
മാം, ആംബുലൻസ് എത്രയും പെട്ടെന്ന് വരും എന്ന് പറഞ്ഞ് ആ ഫോൺ കോള് കട്ട് ചെയ്യാണ്. ഈ സമയം നമ്മുടെ റോസ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കുറച്ചു മുൻപ് ഈ വീട് കത്തിപ്പോയേനെ എന്ന് പറഞ്ഞ് മാർട്ടിൻ അപ്പൂപ്പൻ 2 കാൻഡിൽസ് ഊതിക്കെടുത്തിയിരുന്നു. അതിപ്പോതെ നിന്ന് കത്തുന്നു. ഇത് കണ്ട് റോസ് ആകെ ഷോക്കായി. എങ്ങനെ? അവള് വേഗം തന്നെ ആ കാൻഡിൽസ് ഊതിക്കെടുത്തുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ആ അപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ കുലുങ്ങാൻ തുടങ്ങി. വീടിനുള്ളിലെ സാധനങ്ങളൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. ഒപ്പം തന്നെ സോഫയില് മൂടി പുതപ്പിച്ച് കിടത്തിയിരുന്ന മുത്തശ്ശിയുടെ ഡെഡ് ബോഡി താഴേക്ക് വീണു. ഇപ്പോ ബിൽഡിങ്ങിന്റെ ഷേക്കിംഗ് ഒക്കെ നിന്നപ്പോ റോസ് മുത്തശ്ശിയുടെ ഡെഡ് ബോഡി അതൊരു കാർപ്പറ്റിലേക്ക് മാറ്റി അത് വലിച്ചോണ്ടുപോയി മുത്തശ്ശിയുടെ മുറിയിൽ തന്നെ കിടത്തുകയാണ്. എന്നിട്ട് അവള് ആംബുലൻസ് വരുന്നത് വരെ കാത്തിരുന്നു. ആ മുറിക്കകത്ത് ഹീറ്ററൊന്നും വർക്ക് ചെയ്യുന്നില്ല, നല്ല തണുപ്പാണ്. ഈ ഒരു സമയം റോസ് ആ മുറിയിലുള്ള ഫോട്ടോസും സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അവിടെയുള്ള കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ മുത്തശ്ശിയുടെ തല ചെറുതായിട്ടൊന്ന് അനങ്ങി. അതുകൊണ്ട് റോസിനാകെ പേടിയായി. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴേ മുത്തശ്ശിയുടെ മൂക്കിനകത്ത് എന്തോ ഒന്ന് അനങ്ങുന്നുണ്ട്. റോസിനാകെ പേടിയായി തുടങ്ങി. ഈ ഒരു സമയം മുത്തശ്ശിയുടെ മൂക്കിനുള്ളിൽ നിന്ന് ഒരു പുഴു പുറത്തേക്ക് വന്നു. അതുകൊണ്ട് റോസിനാകെ അറപ്പ് തോന്നി. എന്തായാലും അത് തന്റെ മുത്തശ്ശിയല്ലേ, ആ പുഴുവിനെ എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞ് അവളൊരു നാപ്കിൻ എടുത്ത് അവൾ ആ ബ്ലഡും പുഴുവിനെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാ റോസ് ആ നാപ്കിൻ കളയുന്നതിന് മുന്നേ റോസിന്റെ ഉള്ളംകൈയിലെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിനുള്ളിലേക്ക് ആ പുഴു കേറിപ്പോയി. ആ പുഴു അങ്ങനെ റോസിന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി പോകുന്നുണ്ട്. റോസിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. കത്തിയെടുത്ത് കൈമുറിക്കണോ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. ആ പേടിയിലും വെപ്രാളത്തിലും റോസ് എങ്ങനെയൊക്കെയോ തന്റെ ചെവിക്കുള്ളിൽ നിന്ന് ആ പുഴുവിനെ പുറത്തേക്കെടുത്തു. റോസിന്റെ ഉള്ളം കൈയിലെ അങ്ങനെ ഒരു മുറിവ് എങ്ങനെ വന്നു എന്നവൾക്ക് യാതൊരു പിടുത്തവുമില്ല. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് റോസ് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ മുത്തശ്ശിയുടെ കബോർഡിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കും. കുട്ടിക്കാലത്ത് അവൾ ആ കബോർഡിനകത്തെ വസ്ത്രങ്ങളിലെ ബ്ലഡ് കണ്ട് ഒത്തിരി പേടിച്ചതാണ്. ഇല്ല, ഞാനത് തുറക്കാൻ പോണില്ല, അതിനകത്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതെന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് റോസ് ആ മുറിയിൽ നിന്നിറങ്ങി. അടുത്ത നിമിഷം തന്നെ പുറത്തേക്ക് പോയ റോസ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് തന്നെ വന്നു. ആ കബോർഡിനകത്ത് എന്തായിരിക്കും അതവൾക്കറിയണം. അങ്ങനെ തന്നെ പോയാ മതിയായിരുന്നു. അങ്ങനെ പോയാ പ്രേതം വരില്ലല്ലോ. റോസിനാണെങ്കിൽ ഇപ്പോ ആ കബോർഡിനകത്ത് എന്താണെന്ന് അറിയണം. അവൾ ആ കബോർഡും തുറന്ന് അതിനകത്തെ വസ്ത്രങ്ങളൊക്കെ മാറ്റി നോക്കുമ്പോ അതിനകത്ത് ഒരു മൃഗത്തിന്റെ തലയോട്ടി കാണാം, എന്തോ വിച്ച് ക്രാഫ്റ്റ് പോലെ. അതുമാത്രമല്ല അവിടെ ഒരു സീക്രട്ട് ഡോർ കൂടി ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം സിംബല് കൊണ്ട് ആ മുറി സീൽ ചെയ്തിരിക്കുകയാണ്. ആ സീക്രട്ട് ഡോർ തുറക്കണമെങ്കിൽ ചാവി വേണം. റോസ് ആ ഡോറ് തുറക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുന്ന നേരത്താണ് ആരോ വീടിന്റെ ഡോറില് പടപടയെന്ന് തട്ടുന്നത്. ഇനി ആംബുലൻസ് വന്നതാണോ എന്നറിയാൻ അവള് ഡോറിന്റെ അടുത്തേക്ക് ചെന്നു. നോക്കുമ്പോ അത് മുത്തശ്ശിയുടെ അയൽവാസിയായ ജോയ് എന്ന ആളാണ്. അവൾക്കാണെങ്കിൽ ആ ഡോറ് തുറക്കാൻ തന്നെ ഒരു പേടിയാണ്. അവള് ചെറുതായിട്ട് ഡോറ് തുറന്ന് കാര്യം എന്താന്ന് തിരക്കും. അതിന് ജോ പറയും, നിന്റെ മുത്തശ്ശി എന്റെ കയ്യിൽ നിന്നൊരു സാധനം വാങ്ങിയിരുന്നു, അതെനിക്ക് തിരിച്ചു വേണം, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. അത് കേട്ട് റോസ് ചോദിക്കും, സാധനോ, അതെന്താ? അപ്പോഴും ജോ എന്തൊക്കെയോ പറഞ്ഞ് തപ്പിക്കളിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ അകത്തേക്ക് വന്ന് എടുത്തോളാം. റോസിനാണെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനെ അകത്തേക്ക് കയറ്റാനുള്ള ധൈര്യമില്ല. നിങ്ങൾ കാര്യം എന്താന്ന് പറ. അപ്പോ ജോ പറയും, എന്റെ കയ്യിൽ നിന്ന് നിന്റെ മുത്തശ്ശി ഒരു എയർ ഫ്രയർ വാങ്ങിയിരുന്നു, അതെനിക്ക് തിരിച്ചു വേണം. ഇത് കേട്ടതോടെ റോസിന് അയാള് പറയുന്നത് വിശ്വസിക്കാൻ വയ്യ. എയർ ഫ്രയറോ? മുത്തശ്ശി അതുകൊണ്ട് എന്ത് ചെയ്യാനാ? ജോയാണെങ്കിലേ അതെനിക്ക് തിരിച്ചു വേണം, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നും പറഞ്ഞ് വീടിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പേടിച്ചു പോയ റോസ് ആണെങ്കിലേ അകത്തേക്ക് വരാൻ പറ്റില്ല, ഞാൻ അതെങ്ങനെയെങ്കിലും എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ആ ഡോറ് ലോക്ക് ചെയ്തു. ഇപ്പോ ആ ഡോറിന് പുറത്തു നിന്നിരുന്ന ജോ അവളോടൊരു കാര്യം പറയും, കയ്യിലെ ആ മുറിവില്ലേ, അതിന് കുറച്ച് ഐസ് വെച്ചാൽ നല്ലതായിരിക്കും. ഇത് കേട്ട് ഷോക്കായ നായിക തന്റെ ഉള്ളം കൈയിലേക്ക് നോക്കി. ഉടനെ തന്നെ ഒരു തുണിയെടുത്ത് മുറിവൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. ഈ ഒരു സമയത്താണ് റോസ് തന്റെ മുത്തശ്ശിയുടെ കാലില് വ്യത്യസ്തമായ എന്തോ കാണുന്നത്. ഓൾറെഡി അവൾ ആ ഡെഡ് ബോഡി മുഴുവൻ മുറിപ്പാടുകൾ കണ്ട് ഷോക്കായതാണ്. എന്നാൽ മുത്തശ്ശിയുടെ കാലില് മുള്ളുകൊണ്ട് ചുറ്റി വരിഞ്ഞ് എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. അതൊരു വിച്ച് ക്രാഫ്റ്റ് ആണ്. റോസ് വളരെ കഷ്ടപ്പെട്ട് മുള്ളുകൊണ്ടുള്ള വിച്ച് ക്രാഫ്റ്റ് എടുത്തു നോക്കി. ആ ചുള്ളിക്കമ്പുകളില് ഒരു ചാവി ഉണ്ടായിരുന്നു. അതായത് ആ കബോർഡിനകത്തെ ആ രഹസ്യ അറ തുറക്കാനുള്ള ചാവി അവൾക്ക് കിട്ടി. ആ താക്കോല് കണ്ട് റോസിന്റെ കാര്യം മനസ്സിലായി. അവള് പെട്ടെന്ന് തന്നെ ആ സീക്രട്ട് ഡോറ് തുറന്നു നോക്കി. അതിനകത്ത് കണ്ട കാഴ്ച റോസിനെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ആ കബോർഡിനകത്ത് ഒരു ചേംബർ തന്നെ ഉണ്ടായിരുന്നു. കുറെ ചുള്ളിക്കമ്പുകളും തലയോടുകളും ബ്ലഡും കുറെ ഇരുമ്പും കുറെ വുഡു പാവകളും അങ്ങനെ എന്തൊക്കെയോ ആ ചേംബറിനകത്തുണ്ടായിരുന്നു. ആ ചേംബറിനകത്ത് വലിയ ഒരു വുഡു ഡോൾ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഗോബയാന്തെ. അത് ഈ മുത്തശ്ശി ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരാണ്. റോസ് അവിടെയുള്ള ഓരോരോ സാധനങ്ങളായിട്ട് പരിശോധിച്ചു നോക്കുന്നുണ്ട്. ഗോബയാന്തെ എന്ന ദൈവത്തിന്റെ ശിലയ്ക്ക് മുന്നില് 5-6 ബൗള് അടച്ചു വെച്ചിരുന്നു.
അതിനകത്ത് അങ്ങനെ എന്താണെന്നറിയാനായിട്ട് അവൾ ആ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി. ആദ്യത്തെ ബൗളിലുണ്ടായിരുന്നത് റോസിന്റെ കുഞ്ഞിലെയുള്ള ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ കണ്ട് നിന്ന നിപ്പിൽ തന്നെ റോസ് ഒന്ന് സ്റ്റക്കായി പോയി. പിന്നീടുള്ള പാത്രങ്ങളൊക്കെ തുറന്നു നോക്കാൻ തന്നെ അവൾക്ക് ധൈര്യമില്ല. ഒരു പാത്രത്തിലെ റോസിന്റെ മുടി, കൊഴിഞ്ഞുപോയ പല്ല്, പിന്നെ റോസിന്റെ പീരീഡ്സിന്റെ ബ്ലഡ്. അത് കണ്ടതോടുകൂടി റോസ് ആ ചേംബറിനകത്ത് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോ തന്റെ മുത്തശ്ശി തന്നെ കേഴ്സ് ചെയ്തിരിക്കുകയാണ്, തനിക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുകയാണ്. അവൾക്ക് ഈ കാര്യം വിശ്വസിക്കാനേ വയ്യ. ഈ സമയത്ത് ആ ചേംബറിനകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അതിനകത്ത് റോസ് അല്ലാതെ മറ്റാരോ ഉള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അവൾ ആ ചേംബറിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഈ നരകത്തിലെ ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞ് റോസ് ഒരു പേപ്പറിലെ മുത്തശ്ശിയുടെ ഡെഡ് ബോഡി ബെഡ്റൂമിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു നോട്ട് എഴുതി ഫ്രണ്ട് ഡോറിൽ ഒട്ടിച്ചു വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അവരുടെ അയൽവാസിയായ ജോ റോസ് ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ പോവാണോ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? മുഖത്ത് മുറിവുണ്ടല്ലോ. അതിന് റോസ് മറുപടിയൊന്നും പറയാൻ നിൽക്കില്ല. വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലാണ്. അപ്പോ ജോ ചോദിക്കും, എന്റെ എയർ ഫ്രയർ അത് തന്നിട്ട് പോ. ദേഷ്യം വന്ന റോസ് ആണെങ്കില് നിങ്ങൾ പുതിയത് വാങ്ങിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ മാർട്ടിൻ അപ്പൂപ്പൻ താഴെയുള്ള ഫ്യൂസ് ബോക്സ് റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അവളോട് പുറത്തേക്ക് ഇറങ്ങരുത്, പുറത്ത് മഞ്ഞാണ്, കൊടുങ്കാറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്യുന്നുണ്ട്. ഈ നരകത്തിനകത്ത് നിൽക്കുന്നതിനും ഭേദം പുറത്തെ മഞ്ഞുകൊണ്ട് മരിക്കുന്നതാണെന്നും പറഞ്ഞ് നായിക ആ പഴയ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ക്യാബ് ബുക്ക് ചെയ്യാൻ പക്ഷേ എമർജൻസി ആയതുകൊണ്ട് തന്നെ ക്യാബ് ഒന്നും തന്നെ വരാൻ പോണില്ല. ഇനി എന്ത് ചെയ്യും? ട്രെയിനിൽ തന്നെ പോവാന്നും പറഞ്ഞ് അവൾ എങ്ങനെയൊക്കെയോ ആ മഞ്ഞിലൂടെ കഷ്ടപ്പെട്ട് സബ്വേയിലൂടെ നടക്കാൻ തുടങ്ങി. അതിനകത്തൊരു മനുഷ്യക്കുഞ്ഞില്ല, ആകെ ഒരു സൈലൻസ് ആണ്. എന്നാൽ സബ്വേയില് കുറച്ച് ദൂരെ നിന്ന് ആരുടെയോ ശബ്ദം കേൾക്കാം. കൂടെ ഒരു ഡോഗും കുറയ്ക്കുന്നുണ്ട്. ആ ഡോഗാണെങ്കിൽ റോസിനെ ആക്രമിക്കാൻ വരുന്നത് പോലെ നല്ല സ്പീഡിൽ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എന്താ ചെയ്യണമെന്നറിയില്ല. എന്തായാലും തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോവല്ലാതെ വേറൊരു മാർഗമില്ല. അവൾ എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് ആ പഴയ കെട്ടിടത്തിനകത്തേക്ക് ഓടിക്കേറി. അവൾ അതിനകത്തേക്ക് കേറേണ്ട താമസം അവിടുത്തെ ഫ്യൂസ് ബോക്സ് സ്പാർക്കായി ആ ബിൽഡിങ്ങിലെ മൊത്തം പവർ അടിച്ചുപോയി. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് റോസ് തന്റെ മമ്മിയുടെ പ്രേതത്തെ കാണുന്നുണ്ട്. അതായത് മുത്തശ്ശി മരണപ്പെട്ടതിന് ശേഷമാണ് റോസ് തന്റെ മമ്മിയുടെ പ്രേതത്തെ കാണാൻ തുടങ്ങിയത്. റോസിനാണെങ്കിൽ ഇപ്പോ മുകളിലേക്ക് പോകാനുള്ള ധൈര്യമില്ല. അവൾ ഈ വുഡു ഡോളിനെ കുറിച്ചും വിച്ച് ക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ ഇന്റർനെറ്റില് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഈ വുഡു ഡോൾ കൊണ്ട് കൂടോത്രം ചെയ്യുന്നത് ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അയാളെ കൊല്ലാനോ ആണ്. ആഫ്രിക്കയിലെ ആളുകള് അടിമകളായിട്ട് നരകിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പലോ മയാബെ എന്നൊരു ഡാർക്ക് റിലീജിയൻ ഉണ്ടായത്. അവർ ഈ ബ്ലാക്ക് മാജിക്കിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് കാടിനുള്ളിലെ ചുള്ളിക്കമ്പുകള്, മൃഗങ്ങളുടെ അസ്ഥി, മനുഷ്യരുടെ റിമൈൻസ്, ബ്ലഡ്, ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങള്, ഇതൊക്കെയാണ്. എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനോ മനുഷ്യരെ കേഴ്സ് ചെയ്യാനോ ആയിരുന്നു അവർ ഈ ചടങ്ങുകളൊക്കെ ചെയ്തിരുന്നത്. ആ റിലീജിയസില് വിശ്വസിച്ചിരുന്നവരെ വിളിച്ചിരുന്നത് പലോറോസ് എന്നാണ്. നമ്മുടെ റോസിന്റെ മുത്തശ്ശി ഒരു പലോറോസ് ആണ്. ഇപ്പോ നമ്മുടെ റോസിന്റെ മുത്തശ്ശി ആരാധിക്കുന്നത് ഗോബയാൻഡെ എന്ന സാത്താനെയാണ്. ഒരിക്കൽ ചെന്നുപെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. സ്വയം ത്യാഗം ചെയ്യുക എന്നതാണ് ഗോബയാൻഡെ എന്ന വാക്കിനർത്ഥം. ഇപ്പോ മുത്തശ്ശി തനിക്കെതിരെ കൂടോത്രം ചെയ്തതറിഞ്ഞ് അവള് തന്റെ കയ്യിലെ ആ മുറിവ് നോക്കുമ്പോ ആ മുറിവ് അവിടെ കാണാനില്ല. പകരം പാലോ എന്ന റിലീജിയന്റെ സിംബലാണ് ആ കയ്യിൽ കാണുന്നത്. അതിനർത്ഥം ഇതിൽ നിന്നൊരു മോചനം ഇല്ലെന്നാണ്. ഇന്റർനെറ്റിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ വായിച്ചറിഞ്ഞ റോസ് ഉടനെ തന്നെ തന്റെ ഡാഡിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ആ സ്ത്രീ എനിക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുക, ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നായിക കരയുന്നുണ്ട്.